കൈമുറിച്ചു മാറ്റിയ പെൺകുട്ടിയുടെ കുടുംബത്തിന് ഭൂമി. കൊല്ലങ്കോട് രജിസ്ട്രേഷൻ പൂർത്തിയായി. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം കേരള ലോക്കൽ എംപ്ലോയീസ് ഓർഗനൈസേഷനാണ് ഭൂമി വാങ്ങി നൽകിയത്. കൊല്ലങ്കോട് സബ് രജിസ്ട്രാർ ഓഫീസിൽ കുട്ടിയുടെയും മാതാവിന്റെയും പേരിൽ ഭൂമി രജിസ്റ്റർ ചെയ്തു. ആധാരം 17-ന് പാലക്കാട് നടക്കുന്ന ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കുട്ടിയുടെ കുടുംബത്തിന് കൈമാറും. പല്ലാവൂരിലെ 5 സെന്റ് സ്ഥലമാണ് വാങ്ങി നൽകിയത്. വിനോദിനിയുടെ കൈക്കു പകരം കൃത്രിമ കൈ വെച്ചുപിടിപ്പിക്കുവാനും പ്രതിപക്ഷ നേതാവ് സഹായം നൽകിയിരുന്നു. വാടക വീട്ടിൽ താമസിക്കുന്ന വിനോദിനിക്കും കുടുംബത്തിനും സൗജന്യമായി വീട് നിർമ്മിച്ചു നൽകാമെന്ന് കോഴിക്കോട്ടെ സന്നദ്ധ സംഘടന അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ വീഴ്ചയിലാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റേണ്ടി വന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞാൽ നമുക്ക് വി.ഡി. സതീശൻ സാർ എല്ലാം പറഞ്ഞത് നമുക്ക് ഇതിപ്പോൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സാറ് ഞങ്ങളോട് വാക്ക് പറഞ്ഞത് സാർ വാക്ക് പാലിച്ചിരിക്കുകയാണ്. കേരള ലോക്കൽ എംപ്ലോയീസ് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് നെറ്റോ ബേബി അരീക്കൽ, ജനറൽ സെക്രട്ടറി ജോൺ കെ സ്റ്റീഫൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ എസ് കരുണാകരൻ, ജി ജ്യോതികുമാർ, ഓർഗനൈസിംഗ് സെക്രട്ടറി ജയകൃഷ്ണൻ ചുങ്കത്ത്, ജില്ലാ പ്രസിഡന്റ് സി ലളിത, എ അനൂപ്, ജി പ്രതാപ്, മനു പല്ലാവൂർ, പി എസ് രാമനാഥൻ, കുമാരൻ പല്ലാവൂർ എന്നിവർ സബ് രജിസ്ട്രാർ ഓഫീസിലെത്തി നടപടികൾക്ക് നേതൃത്വം നൽകി. പലശന ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡ് പല്ലാവൂർ കാട്ടിലാണ് സ്ഥലം വാങ്ങി നൽകിയത്. കോഴിക്കോട് ആസ്ഥാനമായ ഷെൽട്ടർ ഇന്ത്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഈ സ്ഥലത്ത് വീട് വെച്ച് നൽകുന്നതിനുള്ള പ്രവൃത്തികൾ ആരംഭിക്കും. പലശന ഗ്രാമപഞ്ചായത്തിൽ തന്നെ സ്ഥലം വേണമെന്ന വിനോദിനിയുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് പല്ലാവൂരിൽ സ്ഥലം കണ്ടെത്തിയത്. UTV ന്യൂസ്, പാലക്കാട്.